നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങൾ വരെ നമുക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. പ്ലസ് ടു കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡന്റ് ആണ് നിങ്ങൾ എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട. ബാസിന്റെ ഡി ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന്റെ രജിസ്ട്രേഷൻ നമുക്ക് ജൂൺ 12 വരെയാണ് ഡേറ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ജൂൺ 12 എല്ലാവരും എക്സാം രജിസ്ട്രേഷൻ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക. എക്സാം രജിസ്ട്രേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം സെന്റർ എവിടെയാണ് അല്ലെങ്കിൽ എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. അതനുസരിച്ച് മാത്രമേ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും ഈ ഒരു എക്സാമിന്റെ രജിസ്ട്രേഷൻ ചെയ്യേണ്ട കറക്റ്റ് ടൈം അനുസരിച്ച്, അതായത് യൂണിവേഴ്സിറ്റി പറയുന്ന കറക്റ്റ് ടൈം അനുസരിച്ച് എക്സാം രജിസ്ട്രേഷനും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ സ്റ്റുഡന്റ് പോർട്ടലിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി ലാസ്റ്റ് ഡേറ്റ് വരെ ആരും വെയിറ്റ് ചെയ്യരുത്. കാരണം നമുക്ക് ലാസ്റ്റ് ഡേറ്റിലേക്ക് നിന്ന് കഴിഞ്ഞാൽ സൈറ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെയാകും. അപ്പോൾ എല്ലാവരും ഈ ഒരു ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് തന്നെ എക്സാം രജിസ്ട്രേഷൻ കൺഫേം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പം നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട. നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകം തന്നെ ശ്രദ്ധിക്കാം. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്